ഞാൻ ആരാ നോക്കിട്ട് വരാം. ആഹാ, കുറച്ചു ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. മോക്ക് പരീക്ഷയായിരുന്നു. ആ, ഇന്നത്തെ പ്രോഗ്രാം? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ചേട്ടൻ നേരത്തെ എത്തിയാൽ മോളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രോഗ്രാം സിനിമയുടെ കാസറ്റാ. നോക്കി നിൽക്കാതെ പോയാ കാസറ്റ് എടുത്തോണ്ട് വാ. അയ്യോ, ഞാൻ വിചാരിച്ചു. അതെ, ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പേരേ. ശരി, വരട്ടെ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ല അല്ലേ? ഏതാ ഈ പുതിയ ലൈൻ? മിണ്ടായിരിക്കും, അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. ഞാനിങ്ങനെ പറഞ്ഞൊന്നും അങ്ങേരോട് പറയല്ലേ, എനിക്ക് ഇടി പേടിയാ. ആ, ഇവിടെ കറങ്ങി നിൽക്കാണ്ട് പോയ അമ്മാവനെ കണ്ട് ആ വീഡിയോ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. കറങ്ങി നോക്കിയാ പോരാ, പറഞ്ഞു നടത്തണം. ചെല്ല്. എന്താ നീ പോയില്ലേ? അമ്മാവ് ഇപ്പൊ വീട്ടിൽ എത്തിക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതുവരെ സിനിമ കണ്ടോണ്ടിരിക്കാമല്ലോ. ആ, വീടെത്തി ഉസ്താദേ. ശ്വാസം വിട്ടൂടെ? ഓ, ഞാനത് മറന്നു. ഇന്ന് ജിമ്മിൽ പോയില്ല? പോണം, ഒന്ന് കുളിച്ചിട്ട് പോവാമെന്ന് കരുതി. സാധാരണ ആളുകൾ വന്നിട്ടാണല്ലോ കുളിക്കാറ്. അതൊക്കെ സാധാരണ ആളുകൾ, ഞാൻ എങ്ങനെയാണോ? ഓഹോ, അതെ, നാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ജിമ്മാണോ? ഓ അല്ല, രാജു, വാ നമുക്കൊന്ന് പരിചയപ്പെടാം. രാജു, രാജു, ഇവനങ്ങോട്ട് പോയി. ഞാൻ ഉസ്താദിനെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. അതെ, എന്നെ പോലെ തന്നെ ഇതേ ഷർട്ടും മുണ്ടും കൊടുത്ത് ഒരുത്തൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി കണ്ണും മൂക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അവനെ എങ്ങാനും കണ്ടിട്ട് ഞാനാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞു നേരത്തെ പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അറിയോ? ഇവൻ എന്റെ അരുമ ശിഷ്യനല്ലേ? അതല്ലേ എന്നോട് തന്നെ അമ്പരടാൻ നടക്കണത്. എടാ, പെമ്പിള്ളേരുടെ വായിൽ നോക്കി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൈയും കാലും കാണിക്കുന്നു. ഇനി മേലാൽ ഉണ്ടാകത്തില്ല. ഈ കൈ ഒന്ന് അയച്ചു കൊടുക്ക്. ഉസ്താദ് എന്താ ഇങ്ങോട്ട് വന്നത്? ഉസ്താദ് പിന്നെ എങ്ങോട്ട് പോകും? ഉസ്താദ് ഇവിടെയല്ലേ താമസിക്കുന്നത്?